ചെറുപ്പക്കാർക്കേ ജോലിയില്ല. നിങ്ങൾ ഈ വയസ്സുകാലത്ത് താടി വളർത്തി ഇവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? പകൽക്കിനാവിൻ സുന്ദരമാവിൻ പാലാഴിക്കരയിൽ പകൽക്കിനാവിൻ സുന്ദരമാവിൻ പാലാഴിക്കരയിൽ കണ്ടൊരു രാജാവിന്റെ കൊട്ടാരം പുഷ്പങ്ങൾ പുഷ്പമംഗലരാത്രി നിന്റെ മനസ്സ് ഈ ടി വിയിൽ എന്ന പോലെ എനിക്കിപ്പോ കാണാം. നീയും സുമയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് വ്യത്യാസം? നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ്. നീ ഒരു നിയമഭഞ്ജകനാണ്. സുമയുടെ അച്ഛൻ നിയമപാലകൻ. അദ്ദേഹത്തിന്റെ തൊഴിൽ സമൂഹം അംഗീകരിക്കുന്നു, നിന്റെ നിഷേധിക്കുന്നു. നിന്റെ തൊഴിലും പാരമ്പര്യവും അദ്ദേഹം അറിയാനിട വന്നാൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഞാൻ ഒരു പുതിയ മനുഷ്യനാവാൻ ശ്രമിക്കുകയാണ്. നിന്റെ പഴയ കാലം എപ്പോഴെങ്കിലും പുറത്തായാലോ? സുമയും കുമാറുമായിട്ടുള്ള വിവാഹം ഏതാണ്ട് നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ മുമ്പിലുള്ള പ്രശ്നം കുമാറാണ്. കമ്പനി ആവശ്യത്തിനായി നാളെ 2 ലക്ഷം രൂപ സെക്യൂരിറ്റി വെക്കാനുണ്ട്. ആ പണം നാളെ കുമാർ ബാങ്കിൽ നിന്ന് എടുക്കും. അത് നഷ്ടപ്പെടുത്താൻ നിനക്ക് സാധിച്ചാൽ തമ്പിയുടെ മുമ്പിലും സുമയുടെ മുമ്പിലും കുമാർ കഴിവില്ലാത്തവനാവും. Now it is up to you. അസ്സലാമലൈക്കും സാർ. ഗുഡ് മോർണിംഗ്. നമസ്കാർ. വേറെന്തെങ്കിലും ഉണ്ട്? വേറെ ഒന്നുമില്ല സാർ. സോറി സാർ, സാറിനോട് കാണാമെന്നതാ. എന്നെ കാണാൻ? എന്തിന്? ഖറോ? അതെ സാർ. വീട്, കുടിത്തനം, ഹൗസ്. അയ്യോ പാവം, നല്ലൊരു ചെറുപ്പക്കാരൻ. വട്ടായി. നോ സാർ, എനിക്ക് പറ്റില്ല സാർ. യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് സാറിനെ ഞാൻ കാണാമെന്നതാ. പ്ലീസ് സേവ് മീ, ബച്ചാവോ, എന്നെ കാപ്പാത്തുക സാർ. എടോ, തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നല്ല പച്ച മലയാളത്തിൽ പറ. പറയാം സാർ. ഞാനൊരു പാവപ്പെട്ട തയ്യക്കാരനാണ് സാർ. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് എന്നെ ഇറക്കി വിട്ടു സാർ. വെറുതെ ഇറക്കി വിട്ടു സാർ. ആ, ഈ സ്വഭാവത്തിന് തല്ലി ഇറക്കും. അതിന് ഞാൻ നിന്ന് കൊടുത്തിട്ട് വേണ്ടേ സാർ? മെഡിക്കാൻ. സാറിന്റെ വീട് ഒഴിവുണ്ടെന്ന് കേട്ടു. ഞാൻ ഏതെങ്കിലും ഒരു മൂലയിലും തയ്ച്ചോളാം സാർ. എടോ, അതിന് എന്നെ കണ്ടിട്ട് കാര്യമില്ല. മിസ്റ്റർ ലംബോദരൻ പിള്ളയെ ചെന്ന് കാണണം. ഇതാ അവിടെ കാണും. അപ്പൊ നിങ്ങളല്ലേ മേൽപ്പടി ദമ്മോദരൻ പിള്ള രാവിലെ അങ്ങോട്ട് പോകുന്നു? അറിഞ്ഞേ പറ്റുള്ളൂ. രാവിലെ പോകാം മിസ്റ്റർ. ഒറ്റ കലക്കം കൊണ്ട് വെച്ചെന്നുണ്ടല്ലോ. രാവിലെ വെറുതെ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുന്നു. ഓരോന്ന് ഇറങ്ങിക്കോളും വേഷം കെട്ടിക്കൊണ്ട്. ഇവിടെ ആളുണ്ട്. എന്താ ഇവിടെ ലംബോദരൻ പിള്ള അണ്ണൻ ചേട്ടൻ സാറില്ലേ? എന്തിനാ? ഒരു സ്ഥലം വേണം. ഇവിടെ സ്ഥലമൊന്നും വിൽക്കാനില്ല. വാങ്ങാനല്ല, വാടകയ്ക്കാ. ഇവിടെ മുറിയൊന്നും ഒഴിയില്ല. അയ്യോ, എന്റെ പൊന്നിൽ ലംബ ചേച്ചി അങ്ങനെ പറയുന്നു. എന്താ പറഞ്ഞു? ലംബു ചേച്ചിയോ? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. എന്റെ പേര് ഭദ്ര. സുഭദ്ര. സുഭദ്രാമ ചേച്ചി ലംബേട്ടനെ പറഞ്ഞ് ഒന്ന് സമ്മതിപ്പിക്കണം. എനിക്ക് ഈ തിന്നണ ഒരു മൂല കിട്ടിയാൽ മതി, പിന്നെ ഞാനേറ്റു. എന്താ കച്ചവടം വെച്ചുപിടിപ്പിക്കുന്ന കാര്യം? ഞാൻ കാലുകുത്തുന്നിടത്ത് പൊന്നു വിളയും, ദീർഘായുസുണ്ടാവും, കച്ചവടം പൊടി പൊടിക്കും, സന്താന സൗഭാഗ്യമുണ്ടാകും. നേരാണോ? നേരാണോന്ന് അല്ലാഹു എനിക്കൊരു വരം തന്നിട്ടുണ്ട്. ഞാൻ എവിടെ ചെന്നാൽ അവിടെ സന്താന ലബ്ധി ഉണ്ടാകും. പക്ഷെ താമസിക്കാൻ എനിക്കൂടെ മനസ്സിൽ പിടിക്കണ്ടേ? എത്ര വിശാലം ഹൃദയം. അന്ന് ഞാൻ എന്റെ സാധനങ്ങൾക്ക് എടുത്തുണ്ടോ ലംബു ചേച്ചി?
താങ്ക് യു. യവന്മാരാര്? ഏതോ കള്ളന്മാർ ഞാൻ ബാങ്കിൽ നിന്ന് പണമെടുക്കുന്നത് കണ്ട് പിന്തുടർന്നാണെന്ന് തോന്നുന്നു. കേട്ടോ, ഞാൻ വരട്ടെ. അങ്ങനെ പോയാലോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എനിക്ക് പോകേണ്ടടുത്തെല്ലാം ഡ്രോപ്പ് ചെയ്യാൻ നിന്നാൽ നോ വേക്കൻസി ബോർഡ് കാണാത്ത എല്ലായിടത്തും നിങ്ങൾക്ക് വണ്ടി നിർത്തേണ്ടി വരും. ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ്. ഓഹോ, ഏതുവരെ പഠിച്ചിട്ടുണ്ട്? 2 അക്ഷര ഡിഗ്രി 1ാം ക്ലാസ്സിൽ പാസ്സായ സർട്ടിഫിക്കറ്റ് ഉണ്ട് കൈവശം. പക്ഷെ ശുപാർശ ചെയ്യാൻ എനിക്ക് ആരുമില്ല. കൈക്കൂലി കൊടുക്കാൻ പണവും ഇല്ല. കൈമണി ഒട്ട് ശീലിച്ചിട്ടുമില്ല. സാറിന് ബോറടിച്ചെന്ന് തോന്നുന്നു. ഏയ്, അങ്ങനൊന്നുമില്ല. വരൂ. കൺഗ്രാറ്റുലേഷൻസ് രാജൻ. താങ്ക് യു സാർ. നീ അത് നേടി അല്ലേ? അതെ, 2 lakhs. Companies Act 1956. Business organization and office management. Practical auditing.